ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ പണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ കേൾവിയിൽ മാത്രം ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ, കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, സ്ത്രീകളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അങ്ങനെ പലതരത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഈ ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഈ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് ഏട്ടാ, ഇപ്പോൾ വായിച്ച ഇതിൽ നിന്ന് ഈ മനസ്സിലാക്കുന്ന ഇനി നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ എന്തെങ്കിലും വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒന്ന് വ്യക്തമാക്കാം. സ്റ്റെഫൻ, ഇതിൽ ഏറ്റവും ഗുരുതരമായത്, അതായത് ആര്യ മനസ്സിലാക്കേണ്ടത്, സിനിമാ മേഖല എന്നതിൽ വലിയ അരാജകത്വം നിലനിൽക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ട് പുറത്തുകൊണ്ടിരുന്നത്. അതിൽ ഈ ഭാഗം നമ്മൾ വായിച്ചാൽ മതി. സെക്ഷൽ ഡിമാൻഡ് ഫോർ എൻട്രി ഇൻ ടു സിനിമ മേക്ക് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫീൽഡ്. മറ്റൊരു മേഖലയ്ക്കും ഒരു തൊഴിൽ മേഖലയ്ക്കും ഇല്ലാത്ത നമ്മൾ ഗ്ലാമർ എന്ന് പറയുമ്പോഴും അത്രത്തോളം സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്ന മേഖല, അത് മറ്റൊരു മേഖലയിലും ജോലി കിട്ടാൻ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരുന്നു, അല്ലെങ്കിൽ ലൈംഗികമായി വഴങ്ങേണ്ടി വരുന്നു എന്നത് മറ്റൊരു മേഖലയിലുമില്ല എന്ന് റിപ്പോർട്ട് തുറന്നു പറയുകയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിറ്റിങ്ങിന് വന്ന പുരുഷന്മാർ അവർ പറഞ്ഞത് സിനിമാ മേഖലയിൽ മറ്റു മേഖലയിൽ ഉള്ളതുപോലെ ഈ ലൈംഗികമായ ചൂഷണം നടക്കുന്നുണ്ടാകും എന്നതാണ്. പക്ഷേ അതല്ല സാഹചര്യം. അതായത് ചെയ്യുന്ന തെറ്റ് ന്യായീകരിക്കാൻ ഇതിന്റെ ഭാഗമായി, അതായത് സിറ്റിങ്ങിൽ പങ്കെടുത്ത പുരുഷന്മാർ, അത് നടന്മാരാകാം, മറ്റ് ടെക്നിക്കൽ ആക്ടേഴ്സ് ആവാം, ടെക്നിക്കൽ ആയിട്ടുള്ളവരാകാം. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും അത് പറയുന്നുണ്ട്, ഈ സിനിമാ മേഖലയിലെ പുരുഷന്മാരുടെ മനോഭാവത്തെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. The men in cinema cannot even imagine that it is because of the passion for art and acting that a woman comes to the movie. അതായത് സിനിമയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ആ ഒരു പാഷൻ, അത് വെച്ചല്ല സിനിമാ മേഖലയിലേക്ക് സ്ത്രീകൾ വരുന്നത്. പുരുഷന്മാർ വരും, പക്ഷേ സ്ത്രീകൾ അതുകൊണ്ടല്ല കേട്ടോ. സ്ത്രീകൾ വരുന്നത് പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ സിനിമയിൽ ഒരു ചാൻസിന് വേണ്ടി ആർക്കൊപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാനും സ്ത്രീകൾ തയ്യാറാണ് എന്നാണ് സിനിമാ മേഖലയിലെ പുരുഷന്മാരുടെ മനോഭാവം എന്നുകൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അനന്തൻ, തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗം പറയാനാണ് ആര്യ കരുതിയിരുന്നത്. അതായത് സിനിമാ മേഖലയിലെ പുരുഷന്മാരെ, സ്ത്രീ കലാകാരികളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമായി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതായത് ഒരു സിനിമാ മേഖലയിലെ പുരുഷനെ സംബന്ധിച്ച് സിനിമയിലേക്ക് എത്തുന്ന ഒരു സ്ത്രീ, അവൾ കലാകാരിയാണ് എന്നുള്ളൊരു പരിഗണനയില്ല. അവൾ സിനിമയോടുള്ള കലാരൂപത്തോടുള്ള അഭിനിവേശം കൊണ്ട് സിനിമയിലേക്ക് വരികയാണെന്നുള്ള വിചാരമേ അവർക്കില്ല. പകരം അവർ വിചാരിക്കുന്നത് ഇവൾ വന്നിരിക്കുന്നത് പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയാണ്, അതുകൊണ്ട് ആരുടെ കൂടെയും കിടക്ക പങ്കിടാൻ തയ്യാറാണ് എന്ന മനോഭാവമാണ് പുരുഷന്മാർക്ക്. അതുകൊണ്ട് എല്ലാ ചൂഷണത്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന വില്ലന്മാരാണ് മലയാള സിനിമയിലെ പുരുഷന്മാർ എന്ന് ഹേമ കമ്മിറ്റി പറയുന്നു. മാത്രമല്ല, ആ സ്ത്രീ, ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും രീതിയിൽ എതിർപ്പറിയിക്കുന്നവളാണ്, അല്ലെങ്കിൽ ഇതിനൊന്നും തയ്യാറാകാത്തവളാണ്, അവൾ കുഴപ്പക്കാരിയാണെന്ന് അവരുടെ മനോഭാവത്തിൽ കണ്ടെത്തിയാൽ പിന്നെ അവളെ സിനിമയിലേക്ക് വിളിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ അട്രോസിറ്റിയും നിശബ്ദമായി അത് സഹിക്കാൻ വിധിക്കപ്പെട്ടവളായി മലയാള സിനിമയിലെ കലാകാരികൾ കഴിഞ്ഞുകൂടുന്നു. അതിൽ ഹേമ കമ്മിറ്റി എടുത്തു ചോദിക്കുന്നു, ഈ മൊഴി നൽകിയ കലാകാരിയോട് ചോദിക്കുന്നു, മറ്റുള്ളവരുടെ അവസ്ഥയോ? അപ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥയും ഇത് തന്നെയാകാം എന്നാണ് ആ കലാകാരി മൊഴി നൽകിയിരിക്കുന്നത്. ഒരു സീനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നു, സെക്ഷൽ ഹറാസ്മെൻറ്റ് പതിവാണ്, അതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല. കാരണം അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് ചീത്തയാക്കും, ഞങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തും. മാത്രമല്ല, ഞങ്ങളുടെ ഭാവി തന്നെ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് മിണ്ടാതെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് സിനിമയിൽ നിൽക്കാനാണ് ഞങ്ങളുടെ വിധി. അതല്ലെങ്കിൽ നിങ്ങൾ സിനിമയ്ക്ക് പുറത്താണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള അത്തരം അനുഭവങ്ങളുടെ മൊഴിപ്പകർപ്പുകളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആര്യ, അതിന്റെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി സ്ത്രീകളെ മാത്രമല്ല കേട്ടത്, സിനിമാ മേഖലയിലെ പുരുഷന്മാരെയും കേട്ടിരുന്നു. അപ്പോൾ ഈ കമ്മിറ്റി മുൻപാകെ പുരുഷന്മാർ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ തരത്തിലുള്ള ചൂഷണങ്ങൾ ഉള്ളതെന്ന കാര്യമാണ് അവർ പറയാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട് 108ാമത്തെ പോയിന്റായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. പക്ഷേ അത് കഴിഞ്ഞ് അവർ പറയുന്നു, മറ്റു മേഖലകളിലും ചൂഷണം ഉണ്ടാകും, ശരിയാണ്. പക്ഷെ സിനിമാ മേഖലയിൽ അങ്ങനെയല്ല. ഇവിടെ ജോലി ലഭിക്കണമെങ്കിൽ, അതായത് അവസരം ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ഒരു സിനിമയുടെ ഭാഗമാവണമെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ തന്നെ ചൂഷണം ആരംഭിക്കുകയാണ്. ആദ്യ പടി തന്നെ ചൂഷണമാണ്. അത് കഴിഞ്ഞ്, ആ ചൂഷണം കഴിഞ്ഞ് മാത്രമാണ് നിങ്ങൾക്ക് അവസരം ലഭിക്കുക. അവസരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ചൂഷണമാണ്. നിങ്ങൾ എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യാൻ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അവസരം കിട്ടുകയുള്ളൂ എന്ന് പോലും അറിയുള്ളൂ. ഒരു ജോലിക്കുള്ള യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം എന്തായി മാറുകയാണ് അനന്തൻ?
ആര്യ, ഇത് എന്താണിത്? മലയാള സിനിമയിൽ ലൈംഗികമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അതല്ലെങ്കിൽ ലൈംഗികമായി വഴങ്ങാത്ത ഒരു സ്ത്രീക്ക് മലയാള സിനിമയിൽ യാതൊരു ഒരു പൊസിഷനും ഇല്ല. 109ാമത്തെ പാരഗ്രാഫ് നോക്കൂ. ദി ഓഫർ ടു ആക്ട് ഓർ ഫോർ ഡൂയിങ് എനി അതർ ജോബ് ഇൻ സിനിമ കംസ് ടു എ വുമൺ coupled with demand for sexual favors. As I already mentioned, the woman would be asked to adjust and compromise. Thereby, she is asked to surrender to sexual demands. അതായത് മലയാള സിനിമയിൽ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഒരു കലാകാരിക്കും അവസരമില്ല എന്ന് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. അതിൽ ഈ നേരത്തെ ആര്യ വായിച്ചതുപോലെ ചില പുരുഷ കലാകാരന്മാരുടെ മൊഴിയുണ്ട്, മറ്റ് മേഖലകളിൽ അതില്ലേ എന്ന്. മറ്റ് മേഖലകളിൽ അതില്ല, അത് ഉണ്ടാകാം, പക്ഷെ അത് മാത്രമല്ല ഉണ്ടാവുക, മറ്റു രീതിയിലും അവിടെ ജോലി കിട്ടും. പക്ഷേ മലയാള സിനിമയിൽ ജോലി കിട്ടണമെങ്കിൽ ഒരു സ്ത്രീ ലൈംഗികമായി വഴങ്ങിക്കൊടുക്കണം എന്ന് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. അതാണ് അവിടുത്തെ അവിടേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർഗം എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഏത് സിനിമാ മേഖല അഭിനയിക്കാൻ വന്നാലും, സിനിമയിലെ ഏത് രംഗത്ത് ജോലി ചെയ്യാൻ വന്നാലും അവിടെ വരുന്ന അവരോട് ആദ്യം വെക്കുന്ന ഡിമാൻഡ് സെക്ഷൽ ഡിമാൻഡാണ്, സെക്ഷൽ ഫേവറിനുള്ള ഡിമാൻഡാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഒരു കലാകാരിക്ക് പ്രവേശിക്കണമെങ്കിൽ സെക്ഷൽ ഫേവർ എന്ന ഡിമാൻഡ് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള കാതലായ കണ്ടെത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഇത് ഗുരുതരമാണ്. മാത്രമല്ല ആര്യ, ഇതിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ തന്നെ സർക്കാർ കേസെടുക്കാൻ തയ്യാറാകണം. ഇത് വലിയ ഗുരുതരമായ കണ്ടെത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണം നടക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, 22ാമത്തെ പോയിന്റ്. അതായത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നേരിട്ടൊരു പ്രയാസം, ഒരു പ്രതിബദ്ധ അവർ പറയുകയാണ്. അതായത് സ്വാഭാവികമാണ്, വലിയ വലിയ നടന്മാർ അല്ലെങ്കിൽ വലിയ വലിയ നടിമാർ, നമുക്കൊക്കെ മുഖപരിചയമുള്ള ആളുകളാണല്ലോ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവരാണ് ഈ കമ്മിറ്റിക്ക് മുന്നിൽ വന്നിരുന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാൻ ഒരു സ്റ്റെനോഗ്രാഫർ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു എന്ന് പറയുകയാണ്. കാരണം സ്റ്റെനോഗ്രാഫർ സ്വകാര്യത വെളിപ്പെടുത്തും, അതുകൊണ്ട് ഒരു സ്റ്റെനോഗ്രാഫറെ കിട്ടിയില്ല. അതുകൊണ്ട് ഈ 3 പേരടങ്ങുന്ന ഈ കമ്മിറ്റി തന്നെയാണ്, അവർക്ക് ടൈപ്പിംഗ് അറിയില്ല, അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറവാണ്, പക്ഷെ എന്നിട്ടും ഈ കമ്മിറ്റി തന്നെയാണ് സ്വകാര്യത മാനിക്കാൻ വേണ്ടി, ആ സ്ത്രീകളുടെ സ്വകാര്യത മാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പുറത്ത് വരുമോ എന്നുള്ള ഒരു ഭയം പലർക്കും ഉണ്ടായിരുന്നു, ഈ കമ്മിറ്റിയോട് സംസാരിച്ച പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം, സാങ്കേതിക പരിജ്ഞാനം അത്രയും ഇല്ലാഞ്ഞിട്ടും ഈ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഹാർഡ് കോപ്പി ആയിരിക്കുന്ന ഈ രേഖ ടൈപ്പ് ചെയ്തുണ്ടാക്കിയത് ഈ കമ്മിറ്റിയിലുള്ള 3 പേരാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അനന്തൻ, തീർച്ചയായിട്ടും. അതായത് ഇതിനകത്ത് ഇത് മാത്രമല്ല, ഈ സിനിമാ മേഖലയിലെ വിലക്ക് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ 246ാമത്തെ പാരഗ്രാഫിൽ ബാൻ ഇൻ സിനിമ, അതായത് ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഫിനോമിനൻ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 245ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത്. ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ സിനിമ ആർ അൺഓതറൈസ്ഡ്ലി ആൻഡ് ഇല്ലീഗലി ബാൻഡ് ഫ്രം വർക്കിംഗ് ഇൻ സിനിമ. ദിസ് ഈസ് സ്റ്റേറ്റഡ് ബിഫോർ ദി കമ്മിറ്റി ബൈ മോർ മെൻ ദാൻ വുമൻ. അതായത് സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ പുരുഷന്മാർ നൽകിയൊരു പരാതിയാണ് മലയാള സിനിമയിൽ വിലക്ക് എന്നുള്ളൊരു അപൂർവമായ ഒരു നടപടി നിൽക്കുന്നു. ഇറ്റ് ഹാസ് കം ഔട്ട് ഇൻ എവിഡൻസ് ദാറ്റ് അബൌട്ട് 10 to 15 individuals in cinema who are in the forefront of the Malayalam film industry constitute a power group and they are controlling the Malayalam film industry. അതായത് 10-15 പേരടങ്ങുന്ന ഒരു സംവിധാനം, ആ സംവിധാനമാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് അത്രേ. അവരാണ് മലയാള സിനിമയുടെ മുഴുവൻ കാര്യങ്ങളും. ആരൊക്കെ മലയാള സിനിമയിൽ വേണം, അത് പുരുഷനായാലും സ്ത്രീയായാലും. മാത്രമല്ല, നോക്കൂ എത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമാ മേഖലയെന്ന്. അതായത് ഇവരെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറോ നിർമ്മാതാവോ സംവിധായകനോ നടനോ പറയുന്ന ആ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന നടിമാർക്ക് ഒരു കോഡ് പേര് പോലും ഉണ്ട്. അനന്തൻ, എത്രത്തോളം താഴ്ന്ന ഒരു മനോനിലയാണെന്ന് ഊഹിക്കും. നമുക്ക്